ഇടുക്കി ചക്രമുടി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഐയിൽ നിന്ന് പുറത്താക്കിയ മുൻ ജില്ലാ കൌൺസിൽ അംഗം വിനൂസ് കറിയ മുൻ റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. അതീവ പരിസ്ഥിതി ദുർബല മേഖലയായ ചക്രമുടിയിൽ കയ്യേറിയ 15 ഏക്കറോളം ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ചിരുന്നു. കയ്യേറ്റത്തിന് കൂട്ടുനിന്നുവെന്ന് കണ്ടെത്തിയ താലൂക്ക് സർവേയർ ഉൾപ്പെടെയുള്ള 4 റവന്യൂ ജീവനക്കാരെ സസ്പെൻഡും ചെയ്തു. ഇതോടെ നടപടികൾ അവസാനിപ്പിച്ച രീതിയിലാണ്. കയ്യേറ്റ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു കടത്തിയതിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. ഇതിലാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിന്റെ ഭാഗമായി റവന്യൂ മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഇടപാട് എന്ന നിലയിൽ ഈ ഗവൺമെന്റ് ഇവരെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസുകൾ ഇപ്പോൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തു. നേരത്തെ റവന്യൂ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് സിപിഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിനു നിലവിൽ കോൺഗ്രസ് അംഗമാണ്. ഭൂമി പോക്കുവരവിന് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുന്ന കയ്യേറ്റക്കാരന്റെ ശബ്ദ സന്ദേശം സഹിതമാണ് വിജിലൻസിൽ പരാതി. ചക്രമുടി വിവാദമായപ്പോൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.